അപ്പോൾ നമ്മൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഒരാളെ വെയിറ്റിംഗ് ആയിരുന്നു ഇത്ര നേരം. നമുക്ക് പോവാൻ കഴിയും. കൊട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2 തവണയായിട്ടാണ് കേട്ടോ ഷോപ്പിംഗ് നടത്തിയിട്ടുള്ളത്. ഒരേ ഷോപ്പിൽ തന്നെ നമ്മൾ പോയിട്ടുള്ളത്. 2 തവണയായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അത് 2ൻ്റെയും കൂടെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പോയിട്ടുള്ളത് കുന്നംകുളം അരി മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ വർഷവും അവിടെ തന്നെയാണ് പോകാറ്. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. നമ്മൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. എന്താ നേരത്തെ കാണിച്ചതല്ല വാട്ടർ ബോട്ടിൽ നല്ല ഭംഗിയുണ്ട്. ഇറങ്ങി ഇത്ര കിട്ടണോ ഇതായിരിക്കണോ? അതല്ല തന്നെ നന്നായിട്ട് മാത്രമേ ഉള്ളൂ. മെല്ലെ വലിച്ചോളൂ കേട്ടോ. പക്ഷെ ഇതിൽ നല്ല ചെറുതാടി. ശരിയാ. ചോറ് ചോറ് ഇത് 3 ഉള്ളതാണ്. 4 ഉള്ളതുണ്ടോ? 4 ഉണ്ടല്ലോ. അത് കാണിച്ചേ. അത് കാണിക്കോ? അത് കാണിക്കോ? അത് അത് പറഞ്ഞ പോലെ താഴെ മാത്രം കുറച്ച് ഇതുള്ളൂ. അപ്പൊ പറഞ്ഞ പോലെ കുറച്ച് ഇതൊക്കെ ഒന്നായിട്ട് വരും. ഇതും അങ്ങനെ തന്നെയാ. ഇത് കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഇവിടെ കയ്യിലുള്ളത് ഇത് പൊക്കെ ഉണ്ടാവും. റേറ്റും ഉണ്ട്. ഇത് സെയിം അല്ലേ? എപ്പ ചേച്ചി കൊടുത്തത് പറഞ്ഞു? ഇങ്ങനെ വേണം, ഇല്ലെങ്കിൽ ഒന്നാവില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ സ്പേസ് കറക്റ്റാ. എവിടെ? ഇതിന്റെ ഉള്ളിൽ സ്പേസ് നോക്കണേ. അത്രയും തന്നെ ഇവിടെ ഉള്ളൂ ചേച്ചി. അത്രേ ഉള്ളൂ. ഇത് ഫുള്ളാണ്. ഇതിലിരുന്ന പോലെ ഇരിക്കും. ഇത് ചിലപ്പോ ബാക്കി ഭാഗം സ്പേസ് ഉണ്ട്. ഇത് ഒന്നിങ്ങോട്ട് കമ്പന്ന് എല്ലാം കൂടി ഒന്നാവും. ഞാൻ അതാണ് ഉദ്ദേശിച്ചേ. 3 എണ്ണത്തിന്റെ ആയാലും കുഴപ്പമില്ലല്ലോ. ഞാനേ ഇവിടെ ചോറ് അങ്ങനെ കഴിക്കണമല്ലോ. അപ്പോൾ കുറച്ച് മറ്റേ കട്ട് ഫ്രൂട്ട്സ് അങ്ങനെ ഇതാക്കിയിട്ട് കൊടുത്തു വിടാൻ വെച്ചിട്ടാണ്. അല്ലാണ്ട് ഇവിടെ കഴിക്കണില്ല. ചോറ് കൊടുത്താൽ അങ്ങനെ കൊണ്ടുവരും ബാക്കി. കഴിഞ്ഞാലും നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടായില്ല. കിട്ടിയില്ലെങ്കിൽ എടുക്കാല്ലേ? പിന്നെ 20 പേരുണ്ട്. പിന്നെ 20 ആളുണ്ട്.
ബോക്സ് നോക്കണുണ്ട് ചേച്ചി. പിന്നെ റെയിൻകോട്ട് വേണം. പൗച്ച് നോക്കാം. വാ പൗച്ച് നോക്കിക്കോ കുഞ്ഞോ. വിച്ചുട്ടനായിട്ട് വന്നിട്ട് വേണം എടുക്കാൻ. പാവുണ്ട് വിച്ചിട്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ പൗച്ചുകളുണ്ട്? അപ്പൊ എന്താ വേണ്ട? ഇതില് വെള്ളം കൊള്ളൂലടി. കുപ്പി ചേച്ചി എന്താ ചെയ്ത്? അകത്ത് കൊള്ളുവോ? ആ ഇത് ബോട്ടിലൊന്ന് എടുക്കുക ചേച്ചി. ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുവോ നോക്കാൻ. മതിയില്ലേ? ബുക്കൊക്കെ പിന്നെ വാങ്ങിക്കടി. നേരല്ലേ പെണ്ണെ. അങ്ങനത്തെ പൗച്ച് നോക്കി നോക്കി വാങ്ങി. ആ പിന്നെ കൊള്ളാതെ ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരു സെയിം കളർ തന്നെ വേണോ? സെയിം കളർ തന്നെ വേണോ? കളർ ചേഞ്ച് വേണമെങ്കിൽ ഇതാ. അല്ലെങ്കിൽ തല്ലാവൂലേ രണ്ടുപേർക്കും ഒരേ കളറാകുമ്പോ? തല്ലുറപ്പാണ്. പക്ഷെ എങ്ങനെ അറിയാ? പേര് എഴുതി വെക്കണോ? നോക്കാമില്ല. സാധാ ബോക്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതേടാ അവിടെയൊക്കെ ഉണ്ട് ബോക്സുകൾ നിറച്ചുണ്ട്. നമ്മളിതാ ഗുരുവായൂരില്ല കുന്നമത്തെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടാണ്. മറ്റേന് വിലല്ലോ. അവരെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാതും ഉണ്ട്. പെൻസില്, മറ്റേ മായ്ക്കണ റബ്ബർ. എൻ്റെ അടിയിൽ എന്താ? എൻ്റെ അടിയിലൊന്നും സ്പേസ് ഉണ്ട്. കുഴപ്പമില്ല. കളർ ക്രയോൺസ് വേണമെങ്കിൽ എൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. കണ്ടോ? എടുത്തോ. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഇവിടേക്കടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകാണ്. അവിടെ ഓരോരുത്തർക്ക് ദാഹമൊക്കെ വരുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം പോകാൻ. അവിടെ കുറേ കടകളൊക്കെ അവധിയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കവറുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചത് നോക്കാം കേട്ടോ. ലച്ചു വാങ്ങിച്ചത്. അപ്പം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് എന്തൊക്കെ വാങ്ങിച്ചുള്ളത് നോക്കാം. അപ്പം ലച്ചുവിന് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചെടുക്ക് പുറത്തേക്ക്. ക്രീമാ പീച്ചല്ലേ ഇത്? ആഴ്ചയിൽ കഴുകേണ്ടി വരും. ഇല്ല ലച്ചു കഴുകില്ലേ? എല്ലാ ആഴ്ചയും ബാഗ് കഴുകൂലേ ലച്ചു? അവൾക്ക് അതന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ടാണ്. അമ്മ പൈസ വാങ്ങിച്ചമ്മ. അത് മതി, ബാക്കി കാണിച്ചു കൊടുക്ക ലച്ചുവാ. വെച്ചിട്ട് നീ കാണിച്ചു വെച്ചിട്ട് എന്താ മേടിച്ചേ? നീ നിർത്തിയിട പിന്നെ
അറിയോ അമ്മേ? ആ വിച്ചിട്ടിന് പടം വാങ്ങിച്ചിട്ടുണ്ട്. ആ ഇനി വേറെ എന്താ വാങ്ങിച്ചേ? വേറെ കാണിക്കേ. ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പെട്ടിയൊക്കെ തുറന്ന് ഇതാക്കി ആക്രാന്തം കാരണം തുറക്കണം എന്നൊന്നുമില്ല. ആ അതൊക്കെ അതേ വലിച്ചിടുന്നു. എന്താ വെച്ച് കാട്ടണോ? ഇങ്ങനെയാണ് ബോക്സ് കാണിക്കുക. തിരിച്ചു പിടിച്ച ബോക്സ് തുറക്ക്. ഇതിലെല്ലാതും ഉണ്ട് ഇവിടെ. ബോക്സ് വാങ്ങിക്കുമ്പോ തന്നെ ഇതിന്റെ കൂടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സ്കെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുക കണ്ട ഇവിടെ അങ്ങനെ ഇത് മതിടോ. ഇനി ഈ സ്പോഞ്ച് കൊണ്ട് മാറ്റിയ വേഗം മാറ്റല്ലോ. അടിപൊളി സാധനമാണ്. അടുത്തത് എന്താ വേഗമായ കാണിക്കേ. കൊട ഇങ്ങോട്ട് കാണിക്കേ. ബാഗിന് മാച്ചായിട്ട് കുടയൊക്കെ വാങ്ങിച്ചത് വെച്ച് വെച്ചുവിൻ്റെ വാട്ടർ ബോട്ടില്. വലിപ്പം വ്യത്യാസമുണ്ട്. അതിൻ്റെ അടുത്ത പൊന്നെ 2 പേർക്കുള്ള വാട്ടർ ബോട്ടില്. പിന്നെ ഇതിൽ കുറെ ഐറ്റംസ് ഉണ്ട്. ലിപ്സ്റ്റിക്കിന്റെ റബ്ബർ, അതിന്റെ കൂടെ ഉള്ളതല്ലാട്ടാ, വേറെ വാങ്ങിച്ചുള്ളതാണ്. പെൻസില്, പേന, പിന്നെ നീ ഇതില് പഴയതൊക്കെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ടോ? ക്യൂട്ട് പുതിയത് മാത്രമേ കാണിക്കുന്നത്. ഈ ഒരു ക്യൂട്ട് ഐസ്ക്രീമിൻ്റെ ഇത് പുതിയതാണ്. പക്ഷേ ഞങ്ങൾ പിന്നെ പേന, മതി ബാക്കി കാണിക്കാം. പിന്നെ ബുക്ക്, പിന്നെ നോട്ട് ബുക്ക്, 2 പേർക്കുള്ള ബുക്കുകൾ അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. വെച്ചിട്ടിന് ബാഗ് വാങ്ങിച്ചിട്ടില്ല. ബാഗ് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അവരിവിടെ അടുത്തുള്ള LP സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ 1ാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ബാഗ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ബാഗ് വാങ്ങിച്ചിട്ടില്ല, ബാക്കി എല്ലാതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.